ഹായ്. നമ്മുടെ നെയ്റ്റിങ്കരിൽ മെറൈൻ ഫാൻറ്റസി വേൾഡ് എക്സ്പോ നടക്കുന്ന കാര്യം എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ അല്ലേ? അടുത്ത മാസം വരെ ഉണ്ടെന്നാണ് അറിഞ്ഞത്. നമ്മുടെ മത്സ്യകന്യകയും ഒക്കെ ഉണ്ട്. നമ്മുടെ ഒരാൾക്കുള്ള ടിക്കറ്റിൻ്റെ 100 രൂപയാണ് കേട്ടോ. 4 വയസ്സ് മുതലുള്ള കുട്ടികൾക്ക് ഫുൾ ടിക്കറ്റാണ്. വരാൻ പറ്റുന്നവർ വന്ന് കാണുക. നമുക്കിത്ര അടുത്ത് കാണുമ്പോൾ കിട്ടുമ്പോൾ വന്ന് കാണുന്നതൊരു സന്തോഷമല്ലേ? കുഞ്ഞു മക്കൾക്കായാലും വലിയവർക്കും ഒരു സന്തോഷം നൽകുന്ന നല്ല മത്സ്യകന്യകുമാരും ഒക്കെ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒരാളല്ല 2 പേരുണ്ടായിരുന്നു. ആദ്യം ഒരാളെ കണ്ടുള്ളൂ, പിന്നെ അടുത്തയാൾ വന്നത്. പക്ഷെ നല്ല രസമാണ് കേട്ടോ കാണാൻ. കേശൂട്ടൻ പേടിച്ച് മാറിയിരിക്കുന്നു. പിന്നെ അടുക്കളേക്കൊന്നും പോയേയില്ല, മാറി നിന്നു. പിന്നെ നല്ല വെറൈറ്റി ഫിഷുകൾ. എന്ത് ഭംഗിയാണ് കാണാനായിട്ട്. നല്ല രസമുണ്ട്. പല പല കളർ മത്സ്യങ്ങൾ, പിന്നെ അല്ലാതെ ഉള്ളത് അങ്ങനെ ഒത്തിരി നമുക്കിങ്ങനെ കണ്ട് ആസ്വദിച്ച് കുറച്ച് സമയം നിൽക്കാം. കുറച്ച് ചൂടായിരുന്നു കേട്ടോ അതിനകത്ത്. അല്ലാതെ വേറെ പ്രശ്നമൊന്നും ഉണ്ടല്ലോ. നല്ല രസമൊക്കെ കണ്ട് നിൽക്കാനായിട്ട്. പിന്നെ കിഷുവിൻ്റെ പുറകെ അറിയത്തില്ല, അവനിങ്ങനെ ഓടിയിട്ട് നടക്കും. അവൻ്റെ പുറകെ ഓടാൻ സമയം ഉണ്ടാണല്ലോ, എന്നാലും കുഴപ്പമില്ലാണ്ടൊക്കെ ആസ്വദിച്ചിട്ടോ. പിന്നെ ഇതേ ഓന്ത് കിഷുട്ടൻ ആദ്യമായിട്ട് കാണാം. ഒരു സ്നേക്കും ഉണ്ടായിരുന്നു കേട്ടോ അതിനിടയിൽ. അതിനിടയിലല്ല, അതിൻ്റെ അടുത്തൊരു സെക്ഷനിൽ ഒന്നുണ്ടായിരുന്നു. ഒരു പെരുമാമിൻ്റെ ഒരു ഐറ്റം കൂടെ ഉണ്ടായിരുന്നു. ഇത് ഇച്ചിരി വലുതാക്കട്ടെ സംഭവം. അതിനിടയിൽ കിഷുവിൻ്റെ ഫ്രണ്ട്സിനെ കണ്ടു, കുഞ്ഞിപ്പാറും. അങ്ങനെ അവർ ഫ്രണ്ട്സ് കണ്ടപ്പോൾ സന്തോഷം കാണായിരുന്നു. കാരണം ഒരാഴ്ചയായിട്ട് കിഷുയുടെ സ്കൂളിൽ പോയില്ലായിരുന്നു കേട്ടോ. അവന് ചെറിയൊരു ചുമയും ജലദോഷമൊക്കെ ആയിരുന്നത് കാരണം പോയിട്ടില്ലായിരുന്നു. ഇതെന്ന് കണ്ടപ്പോൾ സന്തോഷം കൊണ്ടോ. എന്ത് രസമല്ലേ കുഞ്ഞു കുട്ടികളെന്ന് പറയുന്നത്. പിന്നെ എന്തുമായിരുന്നു, പിന്നെ ഇതൊക്കെ തന്നെയാണ്. മെറയൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാലോ അല്ലേ, ഫിഷാണ് കൂടുതലും. പിന്നെ നമ്മുടെ റോബോട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടോ സ്നേക്ക്. പിന്നെ കുറച്ച് റൈഡ് ഉണ്ടായിരുന്നു കുഞ്ഞു കുട്ടിയൊക്കെ ആയിട്ടുള്ള. ഞാനും കിട്ടിയ അവസരം പാഴാക്കിയില്ല. കിഷൂട്ടനൊപ്പം ഞാനും കൂടി കേട്ടോ. അതിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമല്ലൊക്കെ കയറാനൊക്കെ. ഒക്കെ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ ശ്രമിക്കുക, അത്രേ ഞാൻ പറയുള്ളൂ. ജീവിതം ഒന്നേ ഉള്ളൂ. അതുകൊണ്ട് ഞാനൊരു നാണക്കേടും വിചാരിച്ചില്ല. ഞാൻ അവൻ്റെ ഒപ്പം അവരൊപ്പം കൂടി. ഞാൻ ജാൻവിയും കിക്കിയും കൂടി ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ റോബോട്ട് കേട്ടോ, കുഞ്ഞൻ റോബോട്ട്. കിഷൂട്ടൻ ഇവിടെയും പേടിച്ച് മാറി നിൽക്കുമായിരുന്നു. ആ കുഞ്ഞൂസിനെ കണ്ടോ? അവയ്ക്ക് എന്ത് രസമാണ്. കുഞ്ഞിനൊരു പേടിയേ ഉണ്ടായില്ല കേട്ടോ. അതിനെ കണ്ട് കുഞ്ഞ് ചിരിക്കുമായിരുന്നു. കുറച്ച് വീഡിയോസ് ഉണ്ട് കേട്ടോ കുഞ്ഞിൻ്റെ. പിന്നെ നമ്മുടെ പഴയ മിഠായികൾ, കുപ്പിവിള എല്ലാം നല്ല റേറ്റാണ്. അത് കാരണം ഞാൻ അങ്ങോട്ടൊന്നും തൊടാൻ പോയില്ല. പിന്നെ ടോയ്സ് കുറേ ഉണ്ട്, വെറൈറ്റി നല്ല രസം. പക്ഷേ കിഷൂട്ടൻ എന്തോ ഭാഗ്യം ഇതൊന്നും ചോദിച്ചില്ല കേട്ടോ. ചോദിച്ചെങ്കിൽ എനിക്ക് പണി കിട്ടിയേനെ. അത് കാരണം ടോയ്സൊന്നും ചോദിച്ചില്ല. അതൊന്നും ഇതൊക്കെ വെച്ചു. ആൾക്ക് നല്ല ചുമയുണ്ടായിരുന്നു. അത് കാരണം ഞാൻ മേടിച്ച് കൊടുത്തില്ല. പറഞ്ഞു ചുമ മാറിയിട്ട് അവന് ഇഷ്ടമുള്ളപ്പോൾ മേടിച്ച് കൊടുക്കുന്നത്. ഞാൻ അപ്പോൾ ചുമ മാറിയിട്ട് മേടിച്ച് തരാമെന്ന് പറഞ്ഞത് കാരണം രാത്രി ഒന്നും ഉറങ്ങിയിട്ടുണ്ടായില്ല. ഇച്ചിരി ചുമയായിട്ട്, തണുപ്പല്ലേ, മഴയും ക്ലൈമറ്റിൻ്റെ പ്രോബ്ലമാണ്. പിന്നെ കുലുക്കി സർബത്ത് ഇതൊക്കെ കണ്ട് നിന്നൊന്നുമില്ല. അവനറിയത്തില്ല ഇതെന്താ സംഭവം എന്നൊന്നും അറിയത്തൊന്നുമില്ല. പിന്നെ അവൻ്റെ ടേസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഇതിനോടൊന്നും വലിയ ഇഷ്ടം തോന്നത്തില്ല. നാരങ്ങകളൊക്കെ കുടിക്കും, പക്ഷേ ഇതിനോടൊന്നും ഇഷ്ടം തോന്നുമെന്ന്. അത് കാരണം എനിക്കൊരു സമാധാനമാണ്. ധൈര്യമായിട്ട് എവിടെയും കൊണ്ടുപോകാം. പിന്നെ കുറച്ച് ഗെയിമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ രണ്ടിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തു. പക്ഷേ എനിക്കൊന്നും കിട്ടിയില്ല. ഒന്നിൽ ബിസ്ക്കറ്റിൽ ചെന്നിങ്ങനെ